മീഡിയ വണ്ണിൻ്റെ തെരഞ്ഞെടുപ്പ് അധിഷ്ഠിത അഭിമുഖ പരിപാടിയായ നയതന്ത്രത്തിലേക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് AICC സംഘടനാ ജനറൽ സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായ KC വേണുഗോപാലാണ്. സ്വാഗതം. ഇപ്പോൾ ലക്ഷ്യ വയനാട്ടിൽ ക്യാമ്പ് നടന്നതിന് ശേഷം വളരെ ഒരു ഊർജ്ജമാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ കാണുന്നത്. പക്ഷെ അപ്പോഴും ഈ സിറ്റിംഗ് CPM MLA-മാരെ തോൽപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ളൊരു കാര്യമാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, 2 ദിവസത്തെ ക്യാമ്പ് ലക്ഷ്യ 26 എല്ലാ അർത്ഥത്തിലും ഒരു ഗംഭീര വിജയമായിരുന്നു. കാരണം അതിൻ്റെ ഒരു മെസ്സേജിങ്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലത്തെ കേരള ഭരണത്തിൻ്റെ ഒരു മാറ്റം, ആ ഭരണത്തിൽ നിന്നുള്ളൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള ജനങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥി നിർണയം വരും. ഏതൊരു തിരഞ്ഞെടുപ്പിലും നമുക്കെല്ലാവർക്കും അറിയാം, ചില ഇൻഡിവിജ്വലായിട്ടുള്ള ചിലർക്ക് സ്വാധീനം ഉണ്ടാവും, ഇല്ലാതിരിക്കും. ആ ഘടകങ്ങളെ കണ്ടില്ല എന്നടിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല, കണ്ടിട്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചിന്ത ജനങ്ങളുടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലുള്ള മാറ്റം അവിടെ വരുമ്പോൾ താങ്കൾ ഈ പറയുന്ന ഘടകങ്ങളൊന്നും പ്രസക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ കർണാടക മോഡൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം, അത് വിജയിച്ചത് തന്ത്രം തന്നെയാണ്. അത് മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് ഉയർത്തിക്കാട്ടിയുള്ള QR കോഡ് അടക്കം ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണമായിരുന്നു. അതങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ രീതിയാണ്, അദ്ദേഹത്തിന് നേരിടുന്ന ഒരു പ്രചരണ രീതിയായിരിക്കും ഉണ്ടാകുക. അല്ലല്ല, മുഖ്യമന്ത്രി അതിനകത്ത് കേന്ദ്ര ബിന്ദുവാണല്ലോ ഒരിക്കലും. പക്ഷെ മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ്. എന്നുവെച്ചാൽ അവർ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള ജനത തുടർ ഭരണം കൊടുത്തത്. ആദ്യമായിട്ടല്ല, അച്യുതമേനോൻ ഗവൺമെൻറ് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് രണ്ടാമത് വരുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ്. പക്ഷെ അത് ജനങ്ങൾ നൽകിയ ആ വലിയ അംഗീകാരത്തെ ശിക്ഷയായിട്ടാണ് അവർ തിരിച്ചു കൊടുത്തത്, ജനങ്ങൾക്കുള്ള ശിക്ഷയായിട്ടാണ്. കാരണം ഈ 5 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് അണികൾ പോലും ഈ ഭരണത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം തെളിയിച്ചിട്ടുണ്ട്. കാരണം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോക്ക് സാധാരണഗതിയിൽ ഒരു CPM ഗവൺമെൻറ്റിൽ സ്വാധീനം ഉണ്ടാകുമായിരുന്നു നയങ്ങൾ രൂപീകരിക്കുന്നതിൽ. ഞങ്ങൾക്കറിയാമല്ലോ, മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കർശനമായിട്ട്. കോൺഗ്രസ്സിന് ദേശീയ നയമുണ്ട്, ആ നയത്തുമായി ബന്ധപ്പെട്ട്. പക്ഷേ കോൺഗ്രസിനേക്കാൾ കർശനമായിരുന്നു അക്കാര്യത്തിലൊക്കെ തന്നെ CPM-ൻ്റെ പഴയ നിലപാടുകൾ. ഇതിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അന്തിമമായ തീരുമാനമാവുകയും ഏത് നയങ്ങൾ തീരുമാനിക്കുമ്പോഴും ആ തീരുമാനിക്കുന്ന നയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, പോളിറ്റ് ബ്യൂറോ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഡീവിയേഷൻ വന്നത് വെസ്റ്റ് ബംഗാളിലാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു, സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത് പിന്നീട് അവർ അംഗീകരിച്ചു. അതിൻ്റെ ദുരനുഭവമാണ് പശ്ചിമ ബംഗാളിലെ പാർട്ടി നേരിട്ടത്. ഏകദേശം സമാനമായ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുന്നത്? ഇവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. പാർട്ടിക്ക് എന്താ റോള്? ഇതിനേക്കാളും വലിയ തരത്തിലുള്ള മുഖ്യമന്ത്രിക്ക് നേരെ സർക്കാരിനുള്ള ആക്രമണമാണ് ഈ 1ാം പിണറായി സർക്കാരിനെതിരെ വന്നിരുന്നത്, സ്വർണ്ണക്കടത്തടക്കമുള്ള. പക്ഷെ അതെല്ലാം അതിജീവിച്ചു എന്നുള്ള ആണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അതിജീവിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലം. സത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ എല്ലാം ചിന്ത എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും പത്രസമ്മേളനങ്ങളും ഉത്കണ്ഠകലമായിട്ട് ആശങ്കയോടെ നിൽക്കുന്ന ഒരു ജനത്തിന് മുന്നിലേക്ക് എന്തോ ഒരു രക്ഷാദൗത്യമായിട്ട് വരുന്ന പോലെയുള്ളൊരു പ്രതീതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനം തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ വിലയിരുത്തിയ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ഇപ്പോൾ അവർക്കെതിരാണ്.